കെ.ടി. ജലീൽ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നതെന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിനാലാണ് ധൈര്യത്തോടെ പ്രതികരിക്കാത്തതെന്നും പി.വി. അൻവർ എം.എൽ.എ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശ്രദ്ധേയമായി. തന്നെ വെടിവെച്ചു കൊന്നാലും മുഖ്യമന്ത്രിക്കെതിരെ പറയില്ല എന്നാണ് കെ.ടി. ജലീൽ പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും വെടിവെക്കുമെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം അദ്ദേഹം മാറി നിൽക്കുന്നതെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു. കെ.ടി. ജലീലിനെയൊക്കെ കുറ്റം പറയാൻ ഞാൻ ആളല്ല. അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത് എന്നതാണ്. ഞാൻ എന്റെ സ്വന്തം കാല് ജനങ്ങളുടെ കാലിൽ കയറ്റി വെച്ചാണ് നിൽക്കുന്നത്. അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന് അല്ലെങ്കിൽ ജനകീയ വിഷയങ്ങൾ സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ അവർക്ക് ശേഷി ഇല്ലാത്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ശേഷിയുടെ പ്രശ്നമാണത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത്രയേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അത്തരമൊരു തീരുമാനം എടുത്തിട്ടുണ്ടാകും. എന്നെ വെടിവെച്ചു കൊന്നാലും മുഖ്യമന്ത്രിക്കെതിരെ പറയില്ല എന്നാണ് കെ.ടി. ജലീൽ പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും വെടിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് മാറിയതാകും. മനുഷ്യന് ജീവനിൽ പേടിയുണ്ടാകും. അത് നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അൻവർ പറഞ്ഞത്. അതേസമയം അൻവറിന് മറുപടിയുമായി കെ.ടി. ജലീൽ എത്തിയതും ശ്രദ്ധേയമായി. ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് എനിക്കില്ല. കെ.ടി. ജലീൽ ഒരാളുടെയും കാലിലല്ല നിൽക്കുന്നത്. എന്നും സ്വന്തം കാലിലേ നിന്നിട്ടുള്ളൂ. 2006 തിരഞ്ഞെടുപ്പ് കാലത്ത് അതിസമ്പന്നനായ മഞ്ഞളാംകുഴി അലി എന്റെ തൊട്ട അടുത്ത മണ്ഡലമായ മങ്കടയിലാണ് മത്സരിച്ചത്. ഒരു വാൾ പോസ്റ്റർ പോലും അദ്ദേഹത്തോട് സംഭാവന ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. 2016 അബ്ദുറഹിമാനും അൻവറും മത്സരിച്ച ഘട്ടത്തിലും ഒരു സാമ്പത്തിക സഹായം അവരോടും അഭ്യർത്ഥിച്ചിട്ടില്ല. അബ്ദുറഹിമാനും അൻവറും ലോക്സഭയിലേക്ക് പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച ഘട്ടത്തിൽ നിരവധി പൊതുയോഗങ്ങളിൽ ഞാൻ തൊണ്ട കീറി പ്രസംഗിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലും സ്ഥാനാർത്ഥികളിൽ നിന്നോ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ നിന്നോ കാറിന് എണ്ണയടിക്കാനോ വഴിച്ചെലവിനോ ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല. സ്വന്തം കീശയിൽ നിന്ന് ഇല്ലാത്ത കാശെടുത്താണ് യോഗസ്ഥലങ്ങളിൽ ഓടിയെത്തിയത്. ഒരു പ്രമാണിയുടെയും ഊരന്മേൽ ഇന്നോളം ജലീൽ കൂര കെട്ടി താമസിച്ചിട്ടില്ല. സ്വന്തം കുടുംബ സ്വത്ത് പോലും വേണ്ടെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ഒരാൾക്ക് ആരെ പേടിക്കാൻ? ഇനിയൊരു തിരഞ്ഞെടുപ്പ് അംഗത്തിനില്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയ ഒരാൾക്ക് നിൽക്കാൻ അപരന്റെ കാലുകൾ എന്തിനാണ്? ലീഗിലായിരുന്ന കാലത്ത് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ പോലും പേടിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ഇപ്പോൾ പിണറായി വിജയനെ പിതൃതുല്യനായി കണ്ടിട്ടുണ്ട്. ഇപ്പോഴും കാണുന്നുമുണ്ട്. മരണം വരെ അങ്ങനെ തന്നെയാകും. അത് ഭയം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. വമ്പന്മാരായ 4 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൊമ്പുകുലുക്കി വേട്ടക്കിറങ്ങി പരിശോധിച്ചിട്ടും എന്റെ രോമത്തിൽ തൊടാൻ പോലും പറ്റിയിട്ടില്ല. മേൽപോട്ടു നോക്കിയാൽ ആകാശവും കീഴ്പോട്ടു നോക്കിയാൽ ഭൂമിയും മാത്രമുള്ള എനിക്ക് പടച്ച തമ്പുരാനെയും എന്റെ ഉപ്പയെയും ഉമ്മയെയും അല്ലാതെ മറ്റാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. തെറ്റു ചെയ്യുന്നവർക്കല്ലേ നാട്ടുകാരെ പോലും പേടിക്കേണ്ടതുള്ളൂ. താങ്കൾക്ക് ശരിയെന്ന് തോന്നിയത് താങ്കൾ പറഞ്ഞു. എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമേ താങ്കളെക്കാൾ ഞാൻ പിറകിലുള്ളൂ. ഇങ്ങോട്ട് മാന്യതയാണെങ്കിൽ അങ്ങോട്ടും മാന്യത, മറിച്ചാണെങ്കിൽ അങ്ങനെ തന്നെ എന്നായിരുന്നു ജലീലിന്റെ മറുപടി. അതേസമയം നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറിനൊപ്പമില്ലെന്ന് കെ.ടി. ജലീൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അൻവർ രൂപീകരിക്കുന്ന പുതിയ പാർട്ടിയിലേക്കില്ല എന്നും എന്നാൽ അൻവറുമായുള്ള സൗഹൃദം നിലനിർത്തുമെന്നുമാണ് ജലീൽ പറഞ്ഞത്. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൻവറിന്റെ പുതിയ രാഷ്ട്രീയ നീക്കത്തോട് കടുത്ത വിയോജിപ്പുണ്ട് എന്നും ജലീൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.